വിഷയൊക്കെ അല്ലേ നമുക്കൊരു ഗെറ്റ് റെഡി എടുക്കാം. സോ അതിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഒരു സ്ലീവ്ലെസ് ടോപ്പും അതിനിടയിൽ പാവാടയും പിന്നെ അതുപോലെ ധാവണയായിട്ട് എടുത്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫേസ് മേക്കപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സോപ്പ് കൊണ്ടാണ് വാഷ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. സോ ഞാൻ സോപ്പ് കൊണ്ട് നല്ലോണം മുഖം വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല മോയ്സ്ചറൈസർ വല്ലതും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറിന് ഉപരി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഫെയർ ലവ്ലിയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ മുഖത്തിന് നൽകും കേട്ടോ. അത് എന്താ വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്ന് പറയുമ്പോൾ അത്രയ്ക്കൊന്നുമില്ല, ഒരു 1 hours 2 hours അത്രയ്ക്കേ നിൽക്കുള്ളൂ. നമുക്ക് ചെറിയൊരു ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് നേരം നമ്മുടെ മുഖത്തിന് കുറച്ചധികം ബ്രൈറ്റൻ ചെയ്ത് വെക്കും. അപ്പോൾ നല്ല രസവും കാണാൻ വേണ്ടിയിട്ട്. സോ അല്ലാത്ത വശമാണെങ്കിൽ നിങ്ങൾക്ക് വല്ല പോൺസിൻ്റെ വല്ല ക്രീമോ അങ്ങനെ വല്ലതൊക്കെ വെച്ച് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ബാഡ് ഹാബിറ്റ് എന്ന് പറയുക വെച്ചാൽ നമുക്ക് 2 hours കഴിഞ്ഞ് നമ്മുടെ മുഖം നല്ല ഡാർക്കണായി മാറും. അതുകൊണ്ട് തന്നെ ഇത് 2 hours അങ്ങനെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫുള്ള് ഫേസും അതുപോലെ തന്നെ നെക്കിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ മുഖത്ത് മാത്രമായിട്ട് മേക്കപ്പ് നിൽക്കുന്നത് കുറച്ച് രസമില്ലാത്ത കാര്യമാണ്. പിന്നെ മേക്കപ്പ് എന്ന് പറയാൻ അത്രമാത്രം മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് യാർഡ്ലിയുടെ പൗഡറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് പൗഡർ ആണെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നവരാവാം. എനിക്കതിനോടൊന്നും താല്പര്യമില്ല. കാരണം ഫേസ് വല്ലാതെ ഇറിറ്റേഷൻ ആകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും പൗഡേഴ്സാണ് അപ്ലൈ ചെയ്യാറായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫേസ് കുറച്ചുകൂടി ഗ്ലോ ആയിട്ട് തോന്നാറുണ്ട്. മീൻസ് നമ്മുടെ ഈ ഫെയർ ലവ്ലിയുടെ മുകളിൽ കൂടെ തേക്കുമ്പോഴാണ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാറായിട്ട്. പിന്നെ ഇത് ജസ്റ്റ് ഫോർ എ 1 hour ഷൂട്ടാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പൗഡർ യൂസ് ചെയ്ത്. അല്ല നിങ്ങളൊരു ലോങ് ട്രിപ്പിന് പോവാണ്, അല്ല 2 hours 3 hours അങ്ങനെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഷൂട്ട് വല്ലതാണെങ്കിൽ കോമ്പാക്ട് പൗഡർ ഫൗണ്ടേഷൻ അതൊക്കെ യൂസ് ചെയ്തേ പറ്റൂ. ഞാനങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള സമയത്തൊക്കെ കേട്ടോ. ഇതിലിപ്പോൾ അത്രമാത്രം ആവശ്യമില്ല. പിന്നെ പരമാവധി അത് യൂസ് ചെയ്യാതിരിക്കാനും ശ്രമിക്കാം. ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. ഇപ്പോഴൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഐയിലും കൂടി നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണ് നമ്മൾ ഇട്ട് കൊടുക്കാറായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ന്യൂഡ് ഷെയ്ഡ് ഐന് വരുമ്പോൾ കുറച്ചും കൂടി രസമായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡാസ്ലറിൻ്റെ ന്യൂഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് കുറച്ച് മാത്രം കേട്ടോ, കൂടുതലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി വല്ല കേടും വന്നാലോ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഐറ്റം. അപ്പോൾ ഞാൻ ഐലൈനർ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഡാസ്ലറിൻ്റെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ക്യാമറയിൽ നോക്കിയിട്ടൊന്നും ഇത് കണ്ണെഴുതാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് പെർഫെക്ഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നീട് ഞാൻ കണ്ണാടി പോയി നോക്കിയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. 2 കൊണ്ട് ഒരേപോലെ വരാൻ കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണല്ലോ. കുറച്ച് വേണ്ടിയിട്ടാണ് റെഡി ആയത്. എന്നിട്ടും അത്രമാത്രം റെഡി ആയിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അടുത്തതായിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചുണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളവരാണെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്തിട്ട് മാത്രം ചെയ്താൽ മതി. പിന്നെ എൻ്റെ ചുണ്ട് അത്രമാത്രയ്ക്ക് അപ്പം ഡ്രൈ ആയി ഫീൽ ചെയ്തില്ല, അതുകൊണ്ടാണ് ലിപ് ബാം ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പം ഞാൻ ന്യൂഡ് ഷെയ്ഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ഐ ഷേഡൊക്കെയാണ് യൂസ് ചെയ്ത് അതേ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എനിക്കിത് ചിലപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട് നല്ലോണം ചുണ്ട് ഡാർക്കനായിട്ട് അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡായിട്ടൊക്കെ മാറുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ 2 കൂടിയിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് ഇടാറ്. അപ്പോൾ ഞാൻ അതിനോടൊപ്പം തന്നെ നമ്മുടെ മാൾസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് റെഡി ആയിട്ടുള്ള വരുന്നൊരു ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് കുറച്ച് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി രസമായിട്ട് ഫീൽ ചെയ്യുക. പക്ഷേ എങ്കിൽ ഷൂട്ട് കഴിയുമ്പോഴേക്കും അത് കുറച്ചുകൂടി വളരെയധികം ബ്ലാക്ക് കളർ പോലെ അങ്ങനെയൊക്കെ ഒരു കളറായിട്ട് മാറും കേട്ടോ. എങ്കിലും നമുക്ക് ഒരു 1 hour ഷൂട്ടിനൊക്കെ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മുടെ പൊട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. പൊട്ട് കുത്തിയപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ മൂക്കിലായിട്ടുണ്ട്, കയ്യിലൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മൾ ചീക്സിലൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ മൂക്കിലും ചെറുതായിട്ടൊന്ന് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഹെയറൊക്കെ ഒന്ന് ചീന്തി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഹെയർ എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു ഹെയറാണ്. എത്ര എണ്ണ തേച്ചാലും പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് നിൽപ്പുണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിനേക്ക് അതിൻ്റെ അപ്പുറം ഡ്രൈ ആയിട്ടാണ് നിൽക്കാറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയറിലൊരു ഹെയർ സ്റ്റൈൽ അത്രമാത്രം രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. പകുതി മുക്കാൽ സമയം ഹാഫ് പോണിറ്റെയിലാണ് കെട്ടാറുള്ളത്. നിങ്ങളുടെ പല വീഡിയോസ് കണ്ടാലും അറിയാം, പകുതി മുക്കാൽ വീഡിയോസിൽ തന്നെ ഹാഫ് പോണിറ്റെയിൽ കെട്ടിയിട്ടാണ് ചെയ്യാറായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊന്ന് കെട്ടി നോക്കാമെന്ന് വിചാരിച്ച് കെട്ടി നോക്കുന്നുണ്ട്. റെഡിയായാൽ മതിയായിരുന്നു എന്നും വിചാരിക്കുന്നുണ്ട്. ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് ഞാൻ സാധാ ഈ ഏഴെടുത്ത് പിന്നീടാന്നൊക്കെ പറയൂലേ, അതുപോലെ തന്നെ ചെയ്യുന്നുള്ളൂ, വേറൊന്നുമില്ല. പിന്നെ നമ്മുടെ മുടി വലിച്ചിരുന്നൊരു പരിപാടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ.
അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് രണ്ട് സൈഡും ഒരേപോലെ രീതിയിലൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഞാൻ മുല്ലപ്പും കൂടി വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത്ര വലിയ ബോറാവെന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ഇയറിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വയലറ്റ് ഇയറിങ്സ് ഇട്ട് കൊടുക്കുന്നത്. കാരണം എൻ്റെ ടോപ്പ് വന്നിട്ട് ഏകദേശം വയലറ്റ് നിറമാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഈ കമ്മലിനോടൊരു പ്രത്യേക ഇഷ്ടമായതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കുപ്പിവള എന്തായാലും ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കുപ്പിവള കൂടി ഇട്ട് കൊടുക്കാമെന്ന്. പിന്നെ പേടിച്ചിട്ടാണ് ഞാൻ കുപ്പിവള ഇട്ട് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ നോക്കിയാലും കുപ്പിവള ഇടുമ്പോൾ 1 or 2 എന്തായാലും പൊട്ടിച്ചിരിക്കും. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് മെല്ലെ ഇട്ട് കൊടുക്കുന്നത്. ഭാഗ്യത്തിന് ഇപ്രാവശ്യം ഒരു കുപ്പിവള പോലും പൊട്ടിച്ചില്ല കേട്ടോ. ഇനി നമുക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ രാവിലെ കോർത്ത് വെച്ച മുല്ലപ്പൂവാണ്, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വാടിയിരിക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുറച്ചൊക്കെ വാടിപ്പോയിക്കണേ. എങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ അതിനെ സ്ലൈഡ് കൊണ്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെ ഇനി എന്താ പറയുക എന്ന് എനിക്കറിഞ്ഞൂടാ. എനിവേ സ്ലൈഡ് കൊണ്ട് ഞാൻ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫൈനലി നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള സാധാരണ ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. വെറും ചെറിയ ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഇതാണ് ഫുൾ ലുക്ക്. പിന്നെ അതുപോലെ മേക്കപ്പ് ഈ ക്യാമറയിൽ കാണുന്ന പോലെ അല്ല, അതിനേക്കാളും കുറച്ചും കൂടി മുഖത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത്രയുള്ള ഗെറ്റടി ഇങ്ങനെ ഉണ്ടായിരുന്നുള്ള താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഫുള്ളായിട്ടുള്ള വീഡിയോ പിക്കോ നമ്മുടെ ആഡിറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.